പാർട്ടിയില്ലേ പാറ്റ പാർട്ടി അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ വരട്ടെ. കോക്രോച്ച് ജനതാ പാർട്ടി CJP കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉടൻ പൂട്ടും. CJPക്കെതിരെ രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയുണ്ടെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട്. എന്നാൽ ഓരോ മിനിറ്റിലും 500 ഫോളോവേഴ്സിനെ വർദ്ധിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് CJP. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പ്രധാന വിഷയമായി ഉന്നയിച്ച് മുന്നോട്ടു പോകാനാണ് സ്ഥാപകരുടെ തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP പ്രചാരണം ശക്തമാക്കും. നോബൽ മാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. CJP പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. BJPക്ക് വലിയ ഭീഷണിയായി മാറുന്നു. ഇപ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു കേട്ടു. എക്സ് അക്കൗണ്ടിന് പുറമെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മരവിപ്പിക്കാനൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നോ? കേന്ദ്ര സർക്കാർ ഭയന്നതിനെ തുടർന്നോ അതോ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയോ? എന്ത് രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണിയാണ്? അവർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ആ ചോദ്യങ്ങളുടെ ആകൃഷ്ടരായി ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്നു എന്നതിനും അപ്പുറം എന്ത് സുരക്ഷാ ഭീഷണിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്? നോബൽ മാരിക്കാരൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്ത് ഒരു വലിയ തരംഗമായി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി അവരുടെ വ്യാപ്തി വലിയ തരത്തിൽ വർദ്ധിക്കുന്ന കാഴ്ച നമുക്ക് ഓരോ നിമിഷവും കാണാൻ കഴിയും. ഇന്നലെ രാത്രി നമ്മൾ നോക്കുമ്പോൾ 1,50,00,000 ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ 1,80,00,000 ഉയർന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റം ഈ പാർട്ടി, ഈ സമൂഹ മാധ്യമ കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. എക്സ് അക്കൗണ്ട് അവരുടെ ഇന്നലെ മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നിൽ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന് ഈ CJPയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ നടപടിയും കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇന്നലെ അവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിയിരുന്നു. അതിന് പിന്നാലെ കോക്രോച്ച് പാക്ക് എന്ന് പറഞ്ഞ പുതിയൊരു എക്സ് അക്കൗണ്ടുകൾ തുടങ്ങി. അതിനിപ്പോൾ 1,10,000-ഓളം ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി, അതായത് 1,80,00,000-ലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി പൂട്ടാനുള്ള നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് CJP ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്നു. തീവ്ര സ്വഭാവമുള്ള പല എക്സ്പോസ്റ്റുകളും പല പോസ്റ്റുകളും ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഉണ്ടായിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയൊക്കെ സാഹചര്യം അറിയാം. അവിടെയൊക്കെ ജൻസി പ്രക്ഷോഭങ്ങൾ വലിയ തരത്തിൽ തിരിച്ചടിയായതാണ്. രാജ്യത്തിന്റെ സാഹചര്യത്തെ തന്നെ മാറ്റി നമ്മൾ കണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് CJP മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. അതിനെതിരായ ഒരു പ്രതികാര നടപടിയാണ് എന്താണ് ഇതിന്റെ സ്ഥാപകർ അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം അവരിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ്. നേരത്തെ നമ്മൾ യമുന ശുചീകരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ദില്ലിയിൽ കണ്ടിട്ട് രാജ്യത്തിന്റെ പല മേഖലകളിലും അത്തരത്തിൽ നടപടികൾ CJP ഏറ്റെടുത്ത് ഇതിനോട് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം സജീവമായി ഉയർത്താൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിയും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. അത് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ സമൂഹ മാധ്യമ പോസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും ആരംഭിക്കും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു പോകുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന് എതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കടക്കം പിടിമുറുക്കുന്നത് എന്നാണ് ഇവരുടെ ഒരു വാദം, ഈ CJP പാർട്ടിയുടെ വാദം. എന്താണെങ്കിലും കേരളം അടക്കമുള്ള ഇടങ്ങളിലും ഈ പാർട്ടി വ്യാപിക്കുന്നുണ്ട്. വലിയ തരത്തിൽ ജനകീയ പ്രശ്നങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തൊരു യൂത്ത് മൂവ്മെന്റായി ഇത് മാറുന്ന കാഴ്ചയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടക്കം പൂട്ടിക്കും എന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്യ സുരക്ഷയ്ക്ക് ഇതൊരു ഭീഷണിയാണ് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം റിപ്പോർട്ട് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.